നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വഴുതനങ്ങ അടിപൊളി കൂട്ടാനാണ്. അപ്പോൾ ഇതാ വഴുതനങ്ങ നമ്മൾ വട്ടത്തിൽ മുറിച്ച് മുളകും പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായി മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇതാ സവാളയാണ്. സവാള ഒന്നേ എടുത്തിട്ടുള്ളൂ. അത് നന്നായി കനം കുറച്ചിതാ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വഴുതന നമുക്ക് ആദ്യം പൊരിച്ചെടുക്കാം. ഇതാ പാൻ ചൂടായി നമുക്ക് ഇനി എണ്ണ ഒഴിച്ചെടുക്കാം. ഇവിടെ തീരെ ക്ലിയർ ഇല്ല, അതാ ഞാൻ കുക്ക് ചെയ്യാൻ എടുക്കാത്ത കേട്ടോ. അങ്ങനെ വഴുതനതാ ചട്ടിക്കിടന്ന് ഇങ്ങനെ മുരിഞ്ഞ് വരുന്നു. മുരിഞ്ഞതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. നമ്മളെ വഴുതനങ്ങ അവിടെ നന്നായി മുരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതേ പാനിലോട്ട് നമുക്ക് ഇനി സവാളയും കറിവേപ്പിലയും ഇട്ടെടുത്തൊന്ന് വഴച്ചെടുക്കാം. ഓക്കെ, നമ്മളെ കട്ട തൈരാട്ടോ ഇത്. നല്ല ക്രീം തൈരാണ്. നിങ്ങളെ പുളി വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളിന്ന് വഴുതനങ്ങ ചേർക്കാൻ പോകുന്നത്. മിൽമയുടേതാട്ടോ, നല്ല ടേസ്റ്റാണ്. നമ്മൾ ഐസ്ക്രീം പോലെ സ്മൂത്ത് ഉണ്ടാക്കാനൊക്കെ വളരെ നല്ലതാണ്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള തൈരാട്ടോ. ആവശ്യത്തിനുള്ള തൈര് എടുക്കട്ടോ. നല്ല ഒന്ന് നോക്കിയേ, വാവ്, കണ്ടില്ലേ, നല്ല ഐസ്ക്രീം പോലില്ലേ, നല്ല ടേസ്റ്റായിട്ടത് കഴിക്കാനും. ഒരു പാത്രത്തിലിട്ട് നമുക്ക് തൈര് എടുത്തിടാം. നമുക്കിതൊന്ന് ഉടച്ച് കൊടുക്കട്ടോ. ഇനി തൈരിലോട്ട് നമുക്ക് നമ്മളെ വറുത്ത് വെച്ച വഴുതനയും സവാളയും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ തൈരിക്കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമുക്ക് താളിച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റാട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഭയങ്കര ഈസി ഉണ്ടാക്കാൻ, വേറെ കൂട്ടാനൊന്നും വേണ്ട. അപ്പോൾ നമ്മുടെ തൈരിക്കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമുക്ക് താളിച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റാട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഭയങ്കര ഈസി ഉണ്ടാക്കാൻ, വേറെ കൂട്ടാനൊന്നും വേണ്ട.